നാമത്തിലാണ് വിശുദ്ധായി സ്നേഹമുള്ള സഹോദരൻ വിശുദ്ധ യോസേഫ് പിതാവിന്റെ മരണത്തിരുന്നാൾ നമ്മൾ ആചരിക്കുക. സാധാരണ വിശുദ്ധരെയൊക്കെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നാൽ ആരുടെയും മരണത്തിരുന്നാൾ എന്ന് പറഞ്ഞ് മറ്റു വിശുദ്ധരുടെയോ വിശുദ്ധരുടെയോ തിരുനാളുകൾ നമ്മൾ ആചരിക്കാറില്ല. ഇതിന്റെ കാരണം യോസേഫ് പിതാവ് ഭാഗ്യപ്പെട്ട മരണത്തിന്റെ വ്യക്തിയാണ്. യോസേഫ് പിതാവിന് ഭാഗ്യപ്പെട്ട ഒരു മരണം ലഭിച്ചു. മാതാവിന്റെയും ഈശോയുടെയും സന്നിധിയിൽ മരണം കൈവരിക്കാൻ ഭാഗ്യപ്പെട്ട ഒരു മരണം ലഭിക്കാനായിട്ടുള്ള പാകതയും യോസേഫ് പിതാവിനുണ്ടായി. അതുകൊണ്ടാണ് നമ്മള് ആളുകൾ മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഈശോ മരിയ യോസേപ്പേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നത്. പലപ്പോഴും ഈ ആധുനിക ജീവിത ശൈലിയിൽ അതിന് കഴിയാറില്ല. കാരണം ആശുപത്രിയിൽ വെച്ചിരിക്കുകയാണ്, പണം ഒത്തിരി ഉണ്ടെങ്കിൽ അവരെ ഇന്റൻസീവിലോ വെന്റിലേറ്ററിലോ ഇട്ടിരിക്കും. അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുക. എപ്പോഴാണ് മരിച്ചതെന്ന് ആരും അറിയുകയില്ല. ഈശോ മരിയ യോസേപ്പ് ചൊല്ലിക്കൊടുക്കാനും സാധിക്കാറില്ല. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സ വഴി സുഖം പ്രാപിക്കാനുള്ള സാധ്യതകളില്ലെങ്കിൽ സാധാരണ ആശുപത്രിയിൽ ഒരു മുറിയൊക്കെ എടുത്ത് മക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈശോ മരിയ യോസേപ്പ് എന്ന ജപമൊക്കെ ചൊല്ലി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പിതാക്കന്മാരെ അമ്മമാരെയൊക്കെ പറഞ്ഞയക്കുന്ന പാരമ്പര്യം പണ്ടുണ്ടായിരുന്നു. അതാണ് നല്ലത്. വിശുദ്ധ യോസേഫ് പിതാവിനെ വാത്സല്യനിധിയായ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ യേശുവിന്റെ രക്ഷകനായിട്ട് ലോകത്തിലേക്ക് അവതരിച്ച യേശുവിന്റെ വളർത്തു പിതാവ് എന്നുള്ള നിലയിൽ സവിശേഷമായിട്ടുള്ള സ്ഥാനം യോസേഫ് പിതാവിനുണ്ട്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പേരിട്ടിരിക്കുന്ന യോസേപ്പിന്റെ പേരാണ്. നമ്മുടെ മെത്രാപ്പൊലീത്തായുടെ പേരും നിരവധി വൈദികരുടെ മധ്യസ്ഥനൊക്കെയാണ് യോസേഫ് പിതാവ്. നമ്മുടെ മെത്രാന്മാരിൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരുടെ യോസേപ്പ് നാമധാരികളാണ്. കാരണം പഴയ കാരണന്മാര് യോസേഫ് പിതാവിന്റെ പേര് മക്കൾക്ക് പാരമ്പര്യമായിട്ട് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് പോലെ മാതാവിന്റെ പേര് പെൺകുട്ടികൾക്ക് ഇട്ടിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികള് മറിയം ഇങ്ങനെയുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഈ യോസേഫ് പിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. മാതാവിനോട് നീതി കാണിച്ചു എന്നുള്ളതാണ്. ചില പള്ളികളിലൊക്കെ യോസേഫ് പിതാവിന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ രൂപം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സമീപത്തുള്ള പള്ളിയിൽ, അഴുക്കം പള്ളിയിൽ. കാരണം യോസേഫ് പിതാവ് സ്വപ്നത്തിൽ ലഭിക്കുന്ന ദൈവത്തിന്റെ ദർശനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ നയിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച വ്യക്തിയാണ്. കന്യകാമാത ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് സ്വപ്നത്തിലെ ദർശനം വഴിയായിട്ട് ദൂതൻ അറിയിച്ചപ്പോഴ് മാതാവിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി തിരുക്കുടുംബത്തിന് നായകനായി തീർന്നയാളാണ് യോസേഫ് പിതാവ്. അന്നത്തെ നിയമമനുസരിച്ച് ഉപേക്ഷിക്കാമായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കാതെ മാതാവിന് സംരക്ഷണം നൽകിയ ഒരു അതുല്യ വ്യക്തിയാണ്. അതുകൊണ്ട് യോസേഫ് പിതാവ് മഹാനാണ്. യോസേഫ് പിതാവ് നീതിമാനാണ്, നീതി ചെയ്യുന്നയാള്. അവരെ അപമാനം വിധേയാക്കാൻ ഇഷ്ടപ്പെടായതുകൊണ്ട് രഹസ്യത്തിൽ ഒഴിവാക്കാനായിട്ട് ചിന്തിച്ചിരുന്ന നാളുകളിലാണ് ഈ സ്വപ്നം. അങ്ങനെ ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നത്. ആ ദൈവദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി കന്യകാമാതാവിന്റെയും പിന്നീട് ഉണ്ണിയേശുവിന്റെയും സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തിയാണ്. യോസേഫ് പിതാവ് കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനാണ്. കാരണം
വെള്ളാപ്പള്ളി പിതാവ് യോസഫ് പിതാവിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ മലബാറിലെ കുടിയേറ്റ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ വെള്ളാപ്പള്ളി പിതാവിന്റെ മാതൃ ഇടവകയായി കൊടക്കച്ചിറയുടെ മധ്യസ്ഥൻ യോസഫ് പിതാവാണ്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി പിതാവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഈജിപ്തിലേക്ക് തിരുക്കുടുംബത്തെയും നയിച്ചുകൊണ്ട് അവിടെ ചെന്ന് തച്ചന്റെ പണിയെടുത്തുകൊണ്ട് ആ കുടുംബത്തെ തീറ്റി പോറ്റിയ സംരക്ഷിച്ച സ്നേഹിച്ച ആ വിശുദ്ധൻ മറ്റു നാടുകളിൽ താമസിക്കുന്ന അല്ലെ കുടിയേറുന്ന എല്ലാ മനുഷ്യരുടെയും മധ്യസ്ഥനും മാതൃകയും സംരക്ഷണവുമാണ്. അതുകൊണ്ടാണ് ഒന്നിനും കുറവില്ലാതെ നമ്മുടെ ഈ മലബാറിലെ കുടിയേറ്റ ജനതയെ നയിക്കാൻ മലബാറിന്റെ മോസസ് എന്നറിയപ്പെടുന്ന വെള്ളാപ്പള്ളി പിതാവിന് കഴിഞ്ഞത് അഗാധമായിട്ടുള്ള ദൈവവിശ്വാസവും യോസഫ് പിതാവിന്റെ മാധ്യസ്ഥവും സംരക്ഷണവും തേടി നമ്മുടെ രൂപതയെ പടുത്തുയർത്തിയ അതുല്യ പ്രതിഭയാണ്, വിശുദ്ധനായ ഒരു മെത്രാനാണ് വെള്ളാപ്പള്ളി പിതാവ്. ഇനി യോസഫ് പിതാവിനെ പറ്റി ചാക്രി ലേഖനങ്ങൾ, അപ്പസ്തോലിക ലേഖനങ്ങൾ പോപ്പ് ഫ്രാൻസിസ് പാത്രീസ് കോർദേ, പിതാവിന്റെ ഹൃദയത്തോടെ. പിതാവ് വാത്സല്യനിധിയാണ്. പിതാവിന്റെ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാല് വാത്സല്യം നിറഞ്ഞ ഹൃദയം, മക്കളോട് വാത്സല്യമുള്ള, കുടുംബത്തോട് സ്നേഹമുള്ള ഒരു ഹൃദയം. അങ്ങനെയുള്ള യോസഫ് പിതാവിനെയാണ് പാത്രീസ് കോർദേ, പിതാവിന്റെ ഹൃദയത്തോടെ എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തില് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചിത്രീകരിക്കുന്നത്. പയസ് 9 മാർപ്പാപ്പ സെന്റ് ജോസഫിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. സാർവത്രിക സഭയുടെ മധ്യസ്ഥനായിട്ട് യോസഫ് പിതാവിനെ പ്രതിഷ്ഠിച്ചത് 9 പീസ് മാർപ്പാപ്പയാണ്. 12 പീസ് മാർപ്പാപ്പ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. ജീവിതം നിലനിർത്തുന്നതിനു വേണ്ടി തൊഴിൽ ചെയ്യുന്നവരാണ് ഇപ്പോൾ എല്ലാ ആളുകളും. എന്തെങ്കിലും പണിയെടുക്കുന്നവര്, പണിയെടുത്ത് കുടുംബം പോറ്റുന്നവര്, അധ്വാനിച്ച് ജീവിക്കുന്നവര്, മലബാറിലേക്ക് കുടിയേറി കൃഷിപ്പണി ചെയ്തവര്, മറ്റ് പഠനത്തിന് ശേഷം ഏതെങ്കിലും ജോലി അനുയോജ്യമായ ജോലി അന്വേഷിച്ച് അത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവര്, ജോലി ലഭിക്കാനായിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവര്, ഇവരുടെ എല്ലാവരുടെയും മാതൃകയും പാലകനുമാണ് വിശുദ്ധ യോസഫ് പിതാവ്. അതാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ, തൊഴിലെ സ്നേഹിക്കുന്ന, അധ്വാനിക്കുന്ന. ഈ ഭൂമി മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഈ ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന പദ്ധതിയാണ്. അതാണ് അധ്വാനം, തൊഴിലെന്ന് പറയുന്നത്. ഈ ഭൂമിയിലുള്ളത് കൊണ്ടൊക്കെ ഉപയോഗിച്ചാണ് തൊഴിൽ ചെയ്യുന്നത്. വാത്സല്യനിധിയായ പിതാവാണ് യോസഫ് പിതാവ്. ജോൺ മാർപ്പാപ്പ രക്ഷകന്റെ പാലകൻ എന്ന ചാക്ലേഖൻ എഴുതി. രക്ഷകന്റെ പാലകൻ ആരാ? രക്ഷകൻ ഈശോ മിശിഹ. രക്ഷകനായ ഈശോ മിശിഹായുടെ പാലകനാണ് യോസഫ് പിതാവ്. ഗാർഡിയൻ ഓഫ് ദ റെഡീമർ. റെഡീമർ എന്ന് പറഞ്ഞാൽ രക്ഷകൻ. രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ച ഈശോ മിശിഹായുടെ സംരക്ഷകൻ, രക്ഷാകർത്താവ്, പാലകൻ എന്നുള്ള നിലയിൽ യോസഫ് പിതാവിന് സവിശേഷമായിട്ടുള്ള സ്ഥാനം ഉണ്ട് എന്നാണ് ജോൺ 12 മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക, ആവശ്യങ്ങളിൽ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക. പഴയ നിയമത്തില് യാക്കോബും മക്കളും, യാക്കോബിന്റെ മകനായിരുന്നു ജോസഫ്. അന്നത്തെ കൊച്ചു ജോസഫ, പൂർവ്വപിതാവായ നമ്മുടെ മാലോസഫ് പിതാവല്ല. ആ ജോസഫിനെ നേരത്തെ തന്നെ ഈജിപ്തിലേക്ക് സഹോദരങ്ങള് വഴക്ക് കൂടിയിട്ട് പറഞ്ഞയച്ചു. ഫറവോയുടെ അവിടെ സ്വപ്നങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഉന്നതമായൊരു സ്ഥാനം, കാര്യസ്ഥൻ എന്നുള്ളത്. അപ്പോൾ ധാന്യങ്ങളുടെയൊക്കെ സംരക്ഷകൻ, അതിന്റെ കാര്യസ്ഥനുള്ള പദവി ജോസഫിന് ലഭിച്ചു. വലിയ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ മറ്റ് മക്കളെല്ലാവരും ധാന്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈജിപ്തിലേക്ക്. അവിടെ വെച്ച് ജോസഫിനെ കണ്ടുമുട്ടുന്നു, മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക.
അങ്ങനെ ജോസഫിന്റെ അടുത്ത് ചെന്ന് ധാന്യം വാങ്ങിയാണ് സഹോദരങ്ങള് സംരക്ഷിതരായത്, ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നത് പഴയ നിയമത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യോസേപ്പിതാവിന്റെ പേരിൽ നിരവധി ആളുകൾ നമ്മുടെ ക്രൈസ്തവര്, പ്രത്യേകിച്ചും നമ്മുടെ സിറോ മലബാർ സഭയില് ഒത്തിരി ആളുകൾ യോസേപ്പിതാവിന്റെ നാമധേയം വഹിക്കുന്നവരാണ്. വൈദികര്, ഞാൻ പറഞ്ഞ മെത്രാന്മാരും വൈദികര്, കുടുംബനാഥന്മാരെല്ലാവരും യോസേപ്പ് നാമധാരികളായിട്ട് ധാരാളം ആളുകളുണ്ട്. ആർദ്രതയും സ്നേഹമുള്ള പിതാവാണ് യോസേപ്പ് പിതാവ്. സംഗീതത്തിന്റെ 103 പറയുന്ന പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവ് തന്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നു. പിതാവ് മക്കളോടെന്ന പോലെ കർത്താവ് തന്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നുണ്ടാണ്. നല്ല പിതാക്കന്മാരും മക്കളെ സ്നേഹിക്കുന്നവരും കാരുണ്യം കാണിക്കുന്നവരും അവരെ വളർത്തുന്നവരും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരുമാണ് നല്ല പിതാക്കന്മാരെല്ലാം. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിതാക്കന്മാര് നല്ലവരല്ലാത്ത ചുരുക്കം ചില പിതാക്കന്മാരുണ്ട്, മക്കളെ സ്നേഹിക്കാത്തവര്, വഴക്ക് കൂടുന്നവര്, ഇങ്ങനെയുണ്ട്. മദ്യപാനികളായിട്ടുള്ള പിതാക്കന്മാര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികള്, പിതാക്കന്മാരുടെ ഹത്യ നടത്താൻ പോലും മടിയില്ലാത്ത മക്കളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്തുള്ള മതം, അതൊക്കെ ചുരുക്കം എക്സെപ്ഷനാണ്. എങ്കിലും പൊതുവായിട്ട് എല്ലാവരും നല്ലവരാണ്. ചുരുക്കം ചില ആളുകള് മാനസിക രോഗാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ മാനസിക സമനില തെറ്റുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാറുള്ളത്. ദൈവത്തിന്റെ തിരുഹിതത്തിന് സദാ കീഴ്വഴങ്ങിയ പിതാവാണ് യോസേപ്പ് പിതാവ്. ശിശുവിനെ അമ്മയെ കൂടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഈജിപ്ത് എന്ന് പറയുന്നത് കുറേയേറെ അകലമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ചെന്ന് തിരുക്കുടുംബത്തെ സംരക്ഷിക്കുക എന്ന സവിശേഷ ദൗത്യമാണ് യോസേപ്പിനുണ്ടായത്. അവിടെ തച്ചന്റെ ജോലി ചെയ്താണ് തിരുക്കുടുംബത്തെ പോറ്റിയത്. അച്ഛന്റെ പണി എന്ന് പറഞ്ഞാൽ ആശാരിപ്പണി എന്തോ ആവശ്യമാണ്. വാർക്കക്കിട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലും പണ്ട് വാർക്കക്കിട്ടങ്ങള് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തച്ചന്റെ പണി ഉണ്ടെങ്കിലേ വീട് നിർമ്മിക്കാൻ ഉചിതമായ രീതിയിൽ കഴിയുകയുള്ളൂ. ആ അധ്വാനത്തിന്റെ ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റിയ ആളാണ് യോസേപ്പ് പിതാവ്. അതുപോലെ ഉണ്ണിയേശുവിന്റെ ജീവിതത്തിന് ഹെരോദോസ് രാജാവിന്റെ അതിക്രമങ്ങൾ കാരണമാകുന്നു കണ്ടപ്പോൾ ബെത്ലഹേമിന് ചുറ്റുമുണ്ടായിരുന്ന കുഞ്ഞിപ്പൈതങ്ങളെ കൊല്ലാനായിട്ട് ഓർഡർ കൊടുത്തപ്പോൾ ആ ഹത്യയിൽ നിന്നും രക്ഷകനായ ഉണ്ണിയേശുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈജിപ്തിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. യോസേപ്പ് പിതാവ് നല്ല മരണത്തിന്റെ മധ്യസ്ഥനായി. യോസേപ്പ് പിതാവിന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ പരിസമാപ്തിയിലേക്ക് പ്രയാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല. ജനനമാണ് ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആരംഭമിക്കല്. അതിനൊരു സമാപ്തി ഉണ്ട്. നമുക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഹലോക ജീവിതം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഭാഗ്യപ്പെട്ട ഒരു മരണം ലഭിക്കാൻ വേണ്ടി യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം, നല്ല മരണത്തിന്റെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ്, പിതാക്കന്മാരുടെ മധ്യസ്ഥനാണ്, അതുപോലെ ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനാണ്, കന്യാവ്രതക്കാരുടെ മധ്യസ്ഥനാണ്, സകല വിശ്വാസികളുടെയും മധ്യസ്ഥനാണ് യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ തലവനായ യോസേപ്പ് പിതാവിന്റെ, രക്ഷകനായ ഈശോയ്ക്ക് സംരക്ഷണം നൽകിയ യോസേപ്പ് പിതാവിന്റെ, മാതാവിനെ സംരക്ഷണം നൽകിക്കൊണ്ട് നീതിയോടുകൂടി കാത്തുപരിപാലിച്ച യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ആചരിക്കുന്ന അവസരത്തിൽ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തി കൈവരാൻ, പരസ്പരം ബഹുമാനിക്കുകയും കുടുംബനാഥനെ ആദരിക്കുന്ന ഭാര്യമാര്,
കുടുംബനാഥനെയും കുടുംബനാഥ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുന്ന മക്കള്. ഇതാണ് സന്തുഷ്ട കുടുംബം, നന്മ നിറഞ്ഞ കുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ രൂപപ്പെടാൻ വേണ്ടി നമുക്ക് യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പങ്കാളിയുമായ യോസേഫ് പിതാവേ സ്വസ്തി. ദൈവം തന്റെ ഏകപുത്രനെ അങ്ങേ പരമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങേ ആശ്രയിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു മനുഷ്യനായി തീർന്നു. ജീവിതപാതയിൽ ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും മിശിഹായിൽ നിന്നും നേടിത്തരണമേ. തിന്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ആമേൻ.